أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين ആമീൻ. അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്താൽ സൂറത്തുൻ നബയിലെ ആഴമുള്ള ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് നമുക്ക് 12 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ്. 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് നോക്കിയേ എന്താ പറയുന്നതെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദാ വജഅൽനാ സിറാജൻ വഹ്ഹാജാ വഅൻസൽനാ മിനൽ മുഅ്സിറാതി മാഅൻ തജ്ജാജാ لنخرج به حبا ونباتا وجنات ألفافا صدق الله. ഒന്നാമത്തെ ആയത്തിലെ 12ാമത്തെ ആയത്ത് പറയുന്നത് വബനൈന, നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നാം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെ പറയാ, എന്തൊരു സന്തോഷമാണ് ആ ആയത്തിന്റെ സ്ട്രക്ചറിലെന്നോ. അത്ഭുതകരമായ സന്തോഷമുണ്ട് ആ ആയത്തിൽ. നാമാണ്, ഈ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. എവിടെ? ഫൗഖകും, നിങ്ങൾക്കുമീതെ. ഫൗഖ് മീൻസ് എബവ്. ഫൗഖകും, നിങ്ങൾക്കുമീതെ ഞാനാണ് പടച്ചത്. സബ്അൻ, 7, 7. എന്തെണ്ണം? ശിദാദൻ, ശിദാദ്, ശക്തിയുള്ള 7 ഞാനാണ് നിങ്ങൾക്കുമീതെ ഉണ്ടാക്കി വെച്ചത് എന്നാ പറഞ്ഞ. 7 firmaments അല്ലേ? ഒരു ഫ്ലോറിൽ നിന്നും മറ്റൊരു ഫ്ലോറിലേക്ക് കടക്കാൻ കഴിയാത്ത അത്രയും ഭദ്രമായ കോട്ടകൾ പോലെ 7 തട്ടുകൾ ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചത് എന്നാണ്. ഇങ്ങനെ നമ്മോട് അല്ലാഹു പറയുമ്പോ ഇതിനെ 2 തരത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഒന്ന്, അങ്ങേയറ്റം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യർ ജീവിക്കുന്ന ഭൂമിക്കു മുകളിലായി അല്ലാഹു നിർമ്മിച്ചു വെച്ചിട്ടുള്ള ആകാശങ്ങളുടെ 7 തലങ്ങളിലേക്ക് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകാം. അഥവാ എ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് ദ വേഴ്സ്. ഈ പറഞ്ഞ ആയത്തിന്റെ ശാസ്ത്രീയ വിശദീകരണത്തിലേക്ക് നമ്മൾ പോയാൽ അതൊരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. ആത്മശാസ്ത്രമാണ്. മനുഷ്യന്റെ മനസ്സ് മാറ്റിയെടുക്കാനാണ് ഇത്തരം ആയത്തുകൾ വിശദീകരിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആയത്തുകൾക്ക് വിശദീകരണം കൊടുക്കുമ്പോൾ അതിൻ്റെ തഫ്സീറും സ്പിരിച്വൽ സയൻസിന്റെ ഭാഗത്തിലൂടെയാണ് നമ്മൾ പോവേണ്ടത്.
ആ ആയത്തിന്റെ ഭംഗി കിടക്കുന്നത് ഖുർആനിന്റെ ഇതിവൃത്തം മനുഷ്യനായിരിക്കെ മനുഷ്യനോട് അല്ലാഹു സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ ഏറ്റവും നല്ല വഴികൾ സ്വീകരിക്കും. നമുക്ക് അനുഭവമുള്ള, നമുക്ക് ശീലമുള്ള ഒരവസ്ഥയാണ് പറഞ്ഞു തരുന്നത്. മനുഷ്യ, നീയാണ് ഭൂമിയിലെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടി. നമുക്കൊക്കെ അറിയാം, എപ്പോഴും നമ്മൾ പറയുന്നതാണ് മനുഷ്യനാണ് അല്ലാഹുവിന്റെ മാസ്റ്റർ പീസ് എന്ന. അഭിമാനത്തോടെ നെഞ്ചത്ത് കൈവച്ച് ആകാശത്തേക്ക് കണ്ണുയർത്തി അല്ലാഹുവിനെ നമ്മൾ അൽഹംദുലില്ലാ പറയണം. എന്നെ നിന്റെ ഉത്തമ സൃഷ്ടിയായി തെരഞ്ഞെടുത്ത ഒരു വർഗത്തിൽ എനിക്ക് ഒരു മെമ്പർഷിപ്പ് തന്നതിന്. ഭൂമിയിൽ കോടാനുകോടി സ്പീഷീസ് സൃഷ്ടിക്കപ്പെട്ടപ്പോ ഒരു തവളയോ ഉറുമ്പോ ഓന്തോ ഒന്നുമാവാതെ അല്ലാഹുവിന്റെ ഉത്തമ സൃഷ്ടിയായി ജനിച്ചു എന്നത് ഒരു വലിയ ക്രെഡിറ്റ് ആണ്, അല്ലേ? ആ മനുഷ്യനെ ഭൂമിയിലേക്ക് പടച്ചവൻ താമസിക്കാൻ വിട്ടതിന് ശേഷം ഭൂമിയുടെ മനുഷ്യർക്ക് വേണ്ടി ഒരു നിയന്ത്രിക്കുന്ന 7 തട്ടുകളുള്ള ഒരു ലോകം നിന്റെ തലക്കുമീതെ പണിയെടുക്കുന്നു എന്ന് മനുഷ്യനെ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് ഓർമ്മ വരും, നമ്മുടെ കേരളത്തെ, നാം ജീവിക്കുന്ന കേരളത്തെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ സുഖത്തിനും സമാധാനത്തിനും വേണ്ടി, അല്ലേ, പകൽ മുഴുവൻ ആഹോരാത്രം അല്ലെങ്കിൽ രാവും പകലും പണിയെടുക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിനെ കുറിച്ച് നമുക്കറിയുമോ? എന്തിനാണ് ആ വലിയ കെട്ടിടം നിലനിൽക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും നല്ല അവസ്ഥകളും നോക്കി റിസർച്ച് ചെയ്തും അതിന്റെ പണികൾ എടുത്തും കുറെ മനുഷ്യർ രാവും പകലും ഫയലുകളുമായി ഓടി നടക്കുന്നത് നമുക്കറിയാം. ഇതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ അധികാര ശക്തി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ ലോകത്തെ വിശ്വസിപ്പിച്ച അമേരിക്കയുടെ മനുഷ്യരുടെ, അവരുടെ സമാധാനത്തിനു വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെ സമാധാനത്തിനു വേണ്ടി അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ് അഥവാ വൈറ്റ് ഹൗസ് നമുക്ക് ഓർമ്മയുണ്ടാകും. ഇവരെല്ലാം പണിയെടുക്കുന്നത് മനുഷ്യരുടെ കുറെ കാര്യങ്ങൾ നോക്കാനാണ്. ഈ ഓർമ്മയിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഭൂമിയിൽ ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യരും ആ മനുഷ്യരുടെ ജീവിത വ്യവസ്ഥക്ക് അനുകൂലമാകാൻ, പിന്നെ അതിന്റെ ബ്രാഞ്ചിങ് ആയി 10,000-കണക്കിന് സംവിധാനങ്ങളും നോക്കി നടപ്പിലാക്കാൻ 7-ാം ആകാശത്ത് ഒരു സംവിധാനമുണ്ട് കൂട്ടരെ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭൂമിയിലെ മനുഷ്യന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ 7 തട്ടുകളിലായുള്ള ദൈവിക പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിനെ റബ്ബ് കൊണ്ടുപോവുകയാണ്. അഥവാ ശാസ്ത്രീയമായി ഞാനും നിങ്ങളും പഠിച്ചാൽ അതിനൊരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറി എന്നത്, നമ്മൾ ഇങ്ങനെ 7 ആകാശമുണ്ടെന്ന് ഖുർആൻ വ്യക്തമായി പലതവണ നമ്മളടുത്ത് പറയാറുണ്ട്. അതിൽ മനുഷ്യന് എത്തപ്പെടാവുന്ന 1-ാമത്തെ ആകാശം നക്ഷത്രങ്ങളാൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള ഭൂമിയിലെ ജീവിതത്തിന് മേലാപ്പ് പോലെ, ഭംഗി പോലെ നിർത്തിയിട്ടുള്ള 1-ാം ആകാശത്തിനപ്പുറത്തേക്ക് മനുഷ്യന് കിടക്കാനാവില്ല. അതിനപ്പുറമുള്ള, അതിൻ്റെ ഉള്ളിലുള്ള 7 ആകാശങ്ങളിലായി, 7 നിലകളിലായി അല്ലാഹുവും മലക്കുകളും രാവും പകലും പണിയെടുക്കുന്നത് മനുഷ്യന്റെ വ്യവസ്ഥക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. അവിടുത്തെ ഫയലുകൾ ഒന്നോർത്ത് നോക്കുകയെ. ആ ഫയലുകളുടെ കൂമ്പാരത്തെ കുറിച്ച് ഒന്നോർത്ത് നോക്ക്. ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന മനുഷ്യരുടെ എണ്ണത്തെ കുറിച്ചൊരു ഫയൽ ഉണ്ടാകുകയില്ലേ? നമുക്ക് ആഹാരം തരുന്ന, നമുക്ക് എത്ര കണ്ട് ആഹരിക്കണം എന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫയൽ അവിടെ ഉണ്ടാവുകയില്ലേ?
എന്റെ മരണം എഴുതപ്പെട്ട എന്റെ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയാകുന്ന ഈ ലോകത്ത് നിന്ന് എന്നെ പിൻവലിക്കുന്ന ഒരു ഫയൽ അവിടെ ഉണ്ടാവുകയില്ലേ? നമ്മൾക്കുണ്ടാവേണ്ട മക്കളുടെ എണ്ണത്തെ കുറിച്ച്, നമ്മൾ ഭൂമിയിൽ കാണേണ്ട അല്ലെങ്കിൽ ബന്ധപ്പെടേണ്ട മനുഷ്യരുടെ എണ്ണത്തെ കുറിച്ചുള്ള, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു ഫയൽ അവിടെ ഉണ്ടാവുകയില്ലേ? അങ്ങനെയെങ്കിൽ ഏഴാനാകാശങ്ങളിലായി എത്ര തിരക്കു പിടിച്ച ഒരു ലോകമായിരിക്കും അവിടെ. സുബ്ഹാനക, വിശ്വസിക്കുവാൻ പോലും ഇമാജിൻ ചെയ്യുവാൻ പോലും സാധിക്കുകയില്ല. ആ തിരക്കിനെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏഴാനാകാശത്തിലേക്ക് ലോകത്തിന്റെ പ്രവാചകനെ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെ കാണാൻ വേണ്ടി നിൽക്കുന്ന മലക്കുകളും ആ മലക്കുകൾ പ്രവേശിക്കുന്ന ഒരു വലിയ കവാടവും ആ കവാടത്തിനുള്ളിലേക്കുള്ള തിരക്കും, 10,000-കണക്കിന് എണ്ണിയാൽ തീരാത്ത മലക്കുകൾ ഉള്ളിലേക്കും അവിടെ നിന്നും പുറത്തേക്കും അള്ളാഹുവിനെ കാണാനും കണ്ടും മടങ്ങുന്ന കുറെ മലക്കുകളും തിരക്കുകളും റസൂല് കണ്ടു എന്ന് പറയുമ്പോ എന്തിനായിരിക്കും ആ തിരക്കുകൾ? അതെ, അള്ളാഹുവിന്റെ മാസ്റ്റർ പീസ് ആകുന്ന മനുഷ്യർ ജീവിക്കുന്ന ഈ വ്യവസ്ഥകൾ നോക്കി നടപ്പിലാക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം 7 ഫ്ലോറുകളിലായി ആകാശത്തു മീതെ നിലനിൽക്കുന്നുണ്ടെന്ന് നീ മറന്നേക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വാഭാവികമായും നേച്ചറലായി ഉണ്ടായ ഒരു പ്രതിഭാസമല്ല ആകാശം എന്നത്. ആ പ്രതിഭാസത്തിനൊത്ത് ഭൂമിയിൽ മനുഷ്യർ ജീവിക്കുമ്പോ നമ്മുടെ കഴിവും യോഗ്യതയും കൊണ്ടുമൊക്കെ എന്തൊക്കെയോ നേടിയെന്ന തോന്നലും വേണ്ട. ഇതെല്ലാം ഏഴാനാകാശത്ത് നിന്ന് തീരുമാനപ്രകാരമാണെന്ന് നിങ്ങളൊക്കെ അറിയണം എന്ന ആത്മീയ ശാസ്ത്രത്തിലേക്കാണ് മനുഷ്യന്റെ ശ്രദ്ധയെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ കാര്യം നടക്കാൻ കണ്ണ് ആകാശത്തേക്ക് ഉയർത്തി കൈ ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുന്നത് എന്തിനാ? എന്റെ ഫയൽ അവിടെ നിന്ന് മൂവ് ചെയ്യണം എന്ന് പറയാൻ അല്ലേ? എന്റെ ആരോഗ്യപരമായ ഏതെങ്കിലും ഒരു പ്രശ്നം ഞാൻ അനുഭവിക്കുമ്പോ കൈ നീട്ടി ഞാൻ ആകാശത്തേക്ക് പറയുന്നത് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട്. എന്റെ ആരോഗ്യത്തിന്റെ ഫയൽ എവിടെയുണ്ട്? ആ ഫയൽ ഒന്ന് നീങ്ങിക്കിട്ടണം റബ്ബേ, അതൊന്ന് മാറ്റിത്തരണം എന്ന് പറയാൻ. അപ്പോ ഏഴാനാകാശത്തേക്ക് മനുഷ്യൻ താനെ ഈ കണ്ണുയർത്തുന്നത് പോലും മനുഷ്യന്റെ ഉള്ളിൽ അറിയാം. എന്റെ ജീവിതത്തിന്റെ എല്ലാ ഫയലുകളും കിടക്കുന്നത് ഈ 7 ഫർമമെന്റ്സ്, ഈ പരന്ന് കിടക്കുന്ന ആകാശങ്ങളിലാണ് എന്റെ എല്ലാം നിശ്ചയിക്കപ്പെടുന്നത് എന്നതാണ്. എന്നിട്ട് പറയാ, പിന്നെയോ നമ്മൾ പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല സിസ്റ്റവും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഏഴാനാകാശത്തുണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ട് അറിയോ നിങ്ങക്ക്? ഞാൻ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്ക. എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സിറാജ്, എ ലാമ്പ് അല്ലേ? ഒരു ലാമ്പാണ് ഉണ്ടാവുന്നത്. എങ്ങനത്തെ ലാമ്പ്? എവർ ബേണിംഗ്, കത്തിച്ചൊലിക്കുന്ന, കെടുത്താൻ പറ്റൂല, തളരാത്ത അല്ലേ? എപ്പോഴും ഇങ്ങനെ ബ്ലേസിംഗ് ലാമ്പ് എന്നാ പറയുന്നത്. an ever blazing lamp. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലേ, എണ്ണയില്ലാതെ ഫ്യൂവൽ ഇല്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലാമ്പുണ്ട് എന്നാ പറഞ്ഞത്. സൂര്യന്റെ ശാസ്ത്രീയവശങ്ങളെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളുകളാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത് അല്ലേ? ഇനിയോ എന്താ പറയുന്നത്? ഇങ്ങനെയാ പറയുന്നത്, മുകളിൽ ഒരു വിളക്ക് ഞാൻ കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാ. അതെ, ആ സംവിധാനം നിങ്ങൾ നോക്കിയേ. പഴയ കാലത്തെ കരണ്ടിന്റെ ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കരണ്ടിന്റെ പോസ്റ്റുകളിൽ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തും. ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഒരാൾ കൃത്യസമയത്ത് 6 മണിക്ക് വരുമ്പോ ഓരോ പോസ്റ്റിന്റെയും താഴെ വന്ന് ലൈറ്റ് ഇട്ട് പോകും. നേരം വെളുക്കുമ്പോ അയാൾ അത് കെടുത്തിയും പോകും. എന്തൊരു രസം! 7 മണിയാകുമ്പോ കൃത്യമായിട്ട് ഒരാൾ ലൈറ്റ് ഇട്ട് പോകും, നേരം വെളുക്കുമ്പോ അയാൾ തന്നെ വന്ന് ഓഫാക്കി പോകും.
ഈ സംവിധാനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇതേപോലെ മനുഷ്യ, നേരം പുലരുമ്പോ നിന്റെ ജീവിതത്തിനു വേണ്ടി എല്ലാ ദിവസവും ലൈറ്റ് ഓൺ ആക്കുന്ന ഒരാൾ, അവസാനം രാത്രിയാകുമ്പോ നിനക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ആ വിളക്കിനെ കെടുത്തുന്ന ഒരാൾ മുന്നിൽ ഉണ്ടെന്ന് നിനക്ക് ബോധ്യമുണ്ടോ എന്നാണ്. ഹൗ ബ്യൂട്ടിഫുൾ! എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു വെച്ചത്. ആ വിളക്ക് കത്തിച്ചു വെച്ചവനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എത്ര ഉദാരനാണ് അവനെന്ന്. എങ്ങനെയാണ് അതിൽ നിന്ന് ഉദാരത മനസ്സിലാകുന്നത്? അള്ളാഹുവിനെ വായിക്കുമ്പോ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വായന നടത്തേണ്ടത് റബ്ബിന്റെ ഉദാരതയെ കുറിച്ചാണ്, അല്ലേ? ഈ ബ്ലേസിംഗ് ലാമ്പിന്റെ ഉദ്ദേശം മനുഷ്യന് ലൈറ്റ്, ഹീറ്റ് ആൻഡ് എനർജി, ഇത് മൂന്നും സൂര്യനാണ് നൽകുന്നത്. ലൈറ്റ്, ഹീറ്റ് ആൻഡ് എനർജി, ഇത് മൂന്നിൽ നിന്നും നമുക്കറിയാം ഗ്രോത്ത് ഓഫ് ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ്. ജീവനുണ്ടെന്ന് നമ്മൾ പറയുന്ന സകല ജീവജാലങ്ങൾക്കും ജീവിക്കണമെങ്കിൽ ഈ സൂര്യൻ ഉണ്ടായേ മതിയാകൂ. ഈ വിളക്ക് കത്തിയേ പറ്റൂ. ആ വിളക്കെങ്ങാനും ഒരു ദിവസത്തേക്ക് കത്താതിരുന്നാൽ all the living species will perish soon. മിനിറ്റുകൾക്കകം ചത്തു തുടങ്ങും ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും. എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ദ ലിവിങ് പ്ലാന്റ്സ്, നമ്മൾ കാണുന്ന പച്ചപ്പുള്ള സകലതും വളരുന്നത് സൂര്യനെ കൊണ്ടാണ്. എന്തിനധികം ദ എക്സിസ്റ്റൻസ് ഓഫ് ക്ലൗഡ്സ് ആൻഡ് വിൻഡ്സ്, ഈ പറയുന്ന ക്ലൗഡുകളും കാറ്റുകളും വരെ സൂര്യനുമായി റിലേറ്റഡ് ആണ്. മനുഷ്യനെ ആക്രമിക്കാൻ വരുന്ന മൈക്രോബ്സ്, ചെറിയ ചെറിയ രോഗകാരണങ്ങളെ the ultraviolet rays of the sun destroys the microbes. മനുഷ്യനെ ആക്രമിക്കാൻ വരുമ്പോ പടച്ചതമ്പുരാൻ അതിനെ കൊല്ലാൻ പറയുന്നത് സൂര്യന്റെ രശ്മികളെ കൊണ്ടാണ്, അല്ലേ? മനുഷ്യനെ സംരക്ഷിക്കുന്ന ഡോക്ടറാണ് അവൾ. നമ്മുടെ ജീവന്റെ ഉപാധിയാണ് സൂര്യൻ. നമ്മുടെ ജീവന്റെ നിലനിൽപ്പ് ആ വിളക്കിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതിലെ ഉദാരത നമ്മൾ മനസ്സിലാക്കുക. ഒരാപ്പിൾ മരം വളരാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സൂര്യനല്ലാത്ത, അല്ലേ, സൂര്യനിൽ നിന്നല്ലാത്ത എനർജിയും ലൈറ്റും നമുക്ക് കൊടുക്കാന്ന് വിചാരിക്കുക. ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആൻഡ് എനർജി പറ്റുമോ നമുക്കത്? ക്യാൻ വി ഗ്രോ ആൻ ആപ്പിൾ ട്രീ വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആൻഡ് എനർജി? ഒരു ആർട്ടിഫിഷ്യലായി നമ്മൾ ഒരു ആപ്പിൾ മരത്തിന് എനർജിയും ലൈറ്റും കൊടുത്ത് വളർത്തിയാൽ ആ 1 കിലോ ആപ്പിളിന്റെ ഹൗ എക്സ്പെൻസീവ് ഇറ്റ് വിൽ ബി. ആ ഒരു ആപ്പിളിന് എത്ര വില കൊടുക്കേണ്ടി വരും? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു ആപ്പിൾ ട്രീ വളരാൻ സൂര്യനല്ലാത്ത മറ്റേതെങ്കിലും സ്രോതസ്സിൽ നിന്ന് ലൈറ്റും എനർജിയും കൊടുത്താണ് അതിൽ നിന്ന് ആപ്പിൾ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ആ ആപ്പിളിന്റെ വില എക്സ്ട്രാ ഓർഡിനറിലി എക്സ്പെൻസീവ്. നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ വിഭവങ്ങൾ വളരാൻ അല്ലാഹു സപ്ലൈ ചെയ്ത ഫ്രീ ഓഫ് കോസ്റ്റ് ലൈറ്റ് ആൻഡ് എനർജി, ക്യാൻ വി ഇമാജിൻ? പറ്റുമോ ആ റബ്ബിന്റെ ഉദാരത അളക്കുവാൻ? ഇംപോസിബിൾ, അല്ലേ? ഇംപോസിബിൾ ആണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആഹാരവും വളർന്നു വരാൻ അല്ലാഹു ഫ്രീ ആയി സപ്ലൈ ചെയ്ത ഈ തിളങ്ങുന്ന ലാമ്പിൽ നിന്ന് അല്ലാഹു കൊടുത്തയച്ച ലാമ്പും എനർജിയും സ്വീകരിക്കുകയാണ് നമ്മൾ. അപ്പോ എന്തുമാത്രം അനുഗ്രഹമാണ് നമ്മുടെ പടച്ച തമ്പുരാൻ നമ്മൾക്ക് നൽകിയതെന്ന് ആ റബ്ബിനെ തിരിച്ചറിയാൻ എന്താണ് മനുഷ്യ നിനക്ക് കഴിയാതെ പോയത്? എന്താണ് നിന്റെ ബുദ്ധിയിൽ ഈ സൂര്യനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ കുറിച്ച് എന്തുകൊണ്ടാണ് നിന്റെ ബുദ്ധിക്ക് ബോധ്യം വരാത്തത് എന്നതാണ്
ചോദ്യത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വജഅൽനാ സിറാജം വഹാജാ. ഇനി പറയണം. അപ്പോ ആദ്യം പറഞ്ഞത് നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാം. മനുഷ്യ ജീവിതത്തിന്റെ സുഖങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം 7 ആകാശങ്ങളിൽ പരന്നു കിടപ്പുണ്ട് എന്നും ഭൂമിയുടെ മനുഷ്യരുടെ നിലനിൽപ്പിന് ആവശ്യമായി ആകാശത്ത് നിന്ന് ഒരു വിളക്കിനെ ഞാൻ ദിവസവും കത്തിക്കുകയും വൈകുന്നേരം നമുക്കത് കെടുന്നത് പോലെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എന്നറിയുക. ഇനി മൂന്നാമത് പറയാം. وأنزلنا من المعصرات ماء ثجاجا وأنزلنا നാമാണ് കേട്ടോ ഇറക്കിയത്. എവിടെ നിന്ന്? മിൻ നിന്ന്, ഫ്രം. എവിടെ നിന്നിറക്കി? അൽ മുഅ്സിറാത്ത്, the clouds, dense clouds. ഇടതിങ്ങിയ അല്ലേ, നല്ല കട്ടിയുള്ള വെയിറ്റി ആയിട്ടുള്ള മഴക്കാറുകളിൽ നിന്ന് എന്തിറക്കിക്കൊണ്ടുവരും? മാൻ, വെള്ളം ഇറക്കിക്കൊണ്ടുവരും. എങ്ങനത്തെ വെള്ളം? സജ്ജാജ എന്ന്. മാൻ സജ്ജാജൻ, അതൊരു പ്രയോഗമാണ്. വാട്ടർ ഇൻ അബണ്ടൻസ് ഓർ കുത്തിയൊഴുകുന്ന വെള്ളം അല്ലേ. കുത്തിയൊഴുകുന്ന വെള്ളത്തെ കാർമേഘങ്ങളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത് നാമാണ് എന്നാ പറയുന്നത്. പടച്ചോനെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സൂര്യനും ആകാശവും തമ്മിലുള്ള സ്നേഹം എപ്പോഴും നമ്മൾ അത് പറയാറുണ്ട് അല്ലേ. ആകാശവും ഭൂമിയും തമ്മിലുള്ള സ്നേഹം എത്ര വലുതാണ്! എങ്ങനെയാണ് അത് വലുതാകുന്നത്? ഒരിക്കൽ പോലും ഭൂമിയും ആകാശവും പിണങ്ങിയിട്ടില്ല. അവര് പിണങ്ങുകയുമില്ല. അഗാധമായ സ്നേഹത്തിലാണ് അവർ പിണങ്ങിയാൽ സംഭവിക്കുന്നത് ഭൂമി ലോകത്തെ മനുഷ്യർ ഭൂമിയിൽ നിന്ന് നീക്കപ്പെടും എന്നതാണ്. അവർ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാകും. പിണങ്ങാൻ പാടില്ല. ഏതെങ്കിലും ഒരു വർഷം ആകാശത്ത് നിന്ന് മഴ വരുമ്പോ നിന്റെ വെള്ളം എനിക്ക് വേണ്ടടി എന്ന് ഭൂമി ഒന്ന് പറഞ്ഞ് പിണങ്ങിയാൽ ആകാശം പറയാ, ഈ വർഷം നിനക്ക് ഞാൻ വെള്ളം തരില്ലടി എന്ന് അവര് പറഞ്ഞാൽ പിന്നെ നമ്മളുണ്ടോ? പക്ഷേ അവരത് പറയുകയില്ല. കാരണം പടച്ച തമ്പുരാൻ ആകാശഭൂമികളെ അത്രമേൽ സ്നേഹത്തിലാണ് നിലനിർത്തിയിട്ടുള്ളത്. ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടി അല്ലേ. അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ കേമനായ നമ്മൾക്ക് വേണ്ടിയാണ് റബ്ബ് ഇത് നിലനിർത്തിയിട്ടുള്ളത്. വെള്ളം ഇങ്ങനെ ഇല്ലേ, ഇങ്ങനെ കുത്തിയൊലുകി ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുമെന്നാണ്. അതിന്റെ ഭംഗി എത്രയാ! ദ ബ്യൂട്ടി ഓഫ് ദ റെയിൻ അല്ലേ. ഒന്നാലോചിച്ച് നോക്ക്. ഒരുപാട് ഭംഗികൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ട്. അതിലൊരു പക്ഷേ കണ്ണിനും മനസ്സിനും ശരീരത്തിന്റെ സകല സംവിധാനങ്ങൾക്കും ഇത്രമേൽ സൗന്ദര്യം നൽകുന്ന, ഇത്രമേൽ സമാധാനം നൽകുന്ന ഒരു കാഴ്ച ഭൂമിയിൽ മറ്റേതാണുള്ളത്? പഴയ കാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കളും ഒക്കെ നാം കണ്ടിട്ടുള്ളത് മഴ പെയ്യുമ്പോഴേക്കും വാതിൽ തുറന്നിട്ടിട്ട് ഉമ്മറപ്പടിയിൽ നിൽക്കും. മഴ തീരുവോളം അങ്ങനെ താഴോട്ട് പതിക്കുന്ന വെള്ളത്തിന്റെ ചെറിയ ചെറിയ കണികകൾ അവരുടെ കാലിലും തുണിയിലും വരെ നനഞ്ഞാലും അത് തീരുവോളം അവരാസ്വദിക്കും. ഇടക്കിടക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അൽഹംദുലില്ലാഹ്, സുബ്ഹാനക്, അല്ലാഹു അക്ബർ. എന്തൊരു ഭംഗിയാണ് പടച്ചവനെ ഇതിന്, എന്തൊരു രസമാണിതിന് അല്ലേ. സാധാരണക്കാരന്റെ ഒരു അനുഭവമാണിത്. എന്നാൽ കർഷകന്റെ സന്തോഷം വേറെയാ. അവൻ പാടിപ്പുകഴ്ത്തും. അവന്റെ പ്രതീക്ഷ മുഴുവൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ കാർമേഘങ്ങളിലാണ്. ആ മഴയെങ്ങാനും കിട്ടിയില്ല എങ്കിൽ അവന്റെ സകല പ്രതീക്ഷയും തീരും. ഇങ്ങനെ ഓരോ മനുഷ്യരും ഓരോ തരത്തിലാണ് മഴയെ
ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് നാടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എപ്പോഴെങ്കിലും അവർക്ക് പടച്ചവൻ ദാനമായി നൽകുന്ന മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ, ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ, നടുറോട്ടിൽ സകല മനുഷ്യരും വണ്ടി നിർത്തിയിട്ട് ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വില പോലും നോക്കാതെ, എക്സ്പെൻസീവായ കോട്ടുകളായിരിക്കും, വസ്ത്രങ്ങളായിരിക്കും ഉണ്ടാവുക, അതിൽ പുറത്തേക്ക് ഇറങ്ങി അവർ ആകാശത്തേക്ക് നോക്കി രണ്ട് കൈയും വിടർത്തിയിട്ട് പടച്ചവനെ സുബ്ഹാനക് എന്ന് പറഞ്ഞ അനുഗ്രഹം മുഴുവൻ ദേഹത്തിലേക്ക് ഏറ്റുവാങ്ങുന്ന ഫ്രാൻറ്റിക്കായ ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ഒന്നോ രണ്ടോ തവണ ഈ സാധനം കിട്ടുള്ളൂ. നമ്മൾ നേരെ മറിച്ച് തിരിച്ചാണ്, മഴ പെയ്ത അശോ എന്നാ പറയാ അല്ലേ? കാരണം എന്റെ കാര്യം നടക്കൂല അല്ലേ, ഞാൻ അവിടെ എത്തിയിട്ട് പെയ്തോ എന്നാണ്. ബാക്കിയുള്ളവരും എങ്ങനെയായാലും കുഴപ്പമില്ല, എന്റെ കാര്യം സലാമത്തായാൽ മതി, നമ്മൾ അങ്ങനെ പറയാം. മഴയെ ശപിക്കുന്നത് അള്ളാഹുവിനെ ശപിക്കുന്നതിന് തുല്യമാണ്. കാറ്റിനെ ശപിക്കുന്നത് അള്ളാഹുവിനെ ശപിക്കുന്നതിന് തുല്യമാണ്. പ്രകൃതിയിൽ നടക്കുന്ന ഒന്നിനെയും മോശമായിട്ട് നമ്മൾ കരുതാൻ പറ്റൂല. കാറ്റടിക്കുമ്പോ ചേന്ന് പറയാൻ പാടില്ല, മഴ പെയ്യുമ്പോ ചേന്ന് പറയാൻ പാടില്ല. അപ്പൊ സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. മഴ ഇങ്ങനെ അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ കുത്തി ഒലിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാ എങ്ങനെയപ്പത് മഴ പെയ്തറിയങ്ങള്? മഴ പെയ്യാനുണ്ടോ കാരണം? എങ്ങനെയെന്ന് പറയാ നിങ്ങൾക്ക് മഴ പെയ്തത്? അതെ, ഇത് വന്നിട്ട് വേണം പുറത്തു വരാൻ. മഴ വന്നിട്ട് വേണം അവൾക്ക് പുറത്തു വരാൻ. ആർക്ക് പുറത്തു വരാൻ? ഹബ്ബൻ, അതെ, ധാന്യങ്ങൾ, ഗ്രെയിൻസ്. പ്ലാന്റ്സ്, അവര് കാത്തിരിക്കുകയാ, ഇതങ്ങോട്ട് എത്തിയിട്ട് വേണം അവിടുന്ന് ഇങ്ങോട്ട് തലപൊക്കാൻ എന്നാ അല്ലേ? മഴയുടെ വരവും ഒരു വിത്തിന്റെ തേങ്ങലും അതിമനോഹരമായി മറ്റൊരിടത്ത് ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. ഓരോ വിത്തിനും അള്ളാഹു വഹ്യ് നൽകിയിട്ടുണ്ട്. ഓരോ വിത്തിനും അള്ളാഹു വഹ്യ് നൽകിയിട്ടുണ്ട്. നീ മണ്ണിൽ നിന്ന് തലപൊക്കി എണീറ്റ് വളർന്ന് വികസിച്ച് നല്ല ഒരു യുവാവും യുവതിയുമായി കായും കനികളും തിങ്ങി നിറഞ്ഞ അതിന്റെ പൂർണ്ണതയിലെത്തി, ഇന്നാലിന്ന ഉമ്മയുടെയും മാതാവിന്റെയും മകന് ഇന്നാലിന്ന നേരത്ത് വയറ് വിശക്കുമ്പോ അതടക്കാൻ നീ സഹായകമാകണം എന്ന അള്ളാഹുവിന്റെ വഹയ്. ഏതെങ്കിലും ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ പിന്നീട് അവന് വിശക്കുന്ന സമയത്തെല്ലാം ഇന്നാലിന്റെ വയറ് വിശപ്പ് മാറ്റാൻ നീ കാരണക്കാരനാകണം എന്ന അള്ളാഹുവിന്റെ ഒരു വഹ്യ് നിലനിൽക്കുന്നു. നമുക്ക് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഹബ്, ഒരു ധാന്യമുണ്ട്. എല്ലാ പ്രദേശത്തും ഒരേപോലെയുള്ള ധാന്യമല്ല അല്ലാഹു ഇറക്കിയിട്ടുള്ളത്. കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ എത്രയെത്ര ഹബ്, എത്രയെത്ര ഗ്രെയിൻസ്, വനബാത്ത്, അങ്ങനെ ചെടികൾ. നമ്മള് ഒരു ദിവസം ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പടക്കി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞെഴുന്നേൽക്കുമ്പോ അത് പറയാൻ പോലും സമയമില്ലാത്ത മനുഷ്യർ എത്ര ഭാഗ്യം കെട്ടവർ, എത്ര നന്ദിയില്ലാത്തവർ അറിയുമോ? ഒരു നേരത്തെ ചോറ് നമ്മൾ ഏതോ ഒരു കടയിൽ നിന്ന് 5 കിലോ അരി വാങ്ങി കൊണ്ടുവരുമ്പോ ഉള്ളിന്റെ ഉള്ളിലുണ്ടാവണം ഏതോ കർണാടകത്തിലെ ഞാനും നിങ്ങളും അറിയാത്ത ചുക്കിച്ചുളിഞ്ഞ ഒടിഞ്ഞ വയറുമായി, ഒടിഞ്ഞ ഈ മുതുകുമായൊക്കെ പണിയെടുക്കുന്ന ആ കർഷകൻ വളർത്തിയെടുത്ത ആ ചെടിയോട്
അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവും, ഇന്നാലിന്ന തിരുവനന്തപുരം എന്ന പ്രദേശത്ത് പാളയത്ത് താമസിക്കുന്ന ഇന്നാലിന്ന മാതാവിന്റെയും പിതാവിന്റെയും ഈ മകന് ഇന്നാലിന്ന ദിവസം വിശപ്പ് വരുമ്പോ അതടക്കാൻ നീ ഉണ്ടാവണം എന്ന്. അങ്ങനെയാണ് കൂട്ടരെ ആ അരി നമ്മുടെ വീട്ടിലെത്തിയത്. അത്രയും അഡ്മിനിസ്ട്രേഷൻ ഏഴാനാകാശത്ത് നടപ്പുണ്ട് എന്നർത്ഥം. അതാണ് അങ്ങനെയാ പറയുന്നത്. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഏഴാനാകാശത്ത് 7 തട്ടുകളിൽ, അല്ലെ, പഴുതടച്ച അഡ്മിനിസ്ട്രേഷൻ നടപ്പുണ്ട് എന്ന്. അപ്പോ മഴ ഇങ്ങോട്ട് വരിക, ഈ ഗ്രെയിൻസ് വളർന്നേ പറ്റൂ. കാരണം ആ ഗ്രെയിനിനെ പ്രതീക്ഷിച്ച്, ആ ധാന്യത്തെ പ്രതീക്ഷിച്ച് കുറെ മനുഷ്യരുടെ മക്കൾ വിശപ്പടക്കാൻ കാത്തിരിപ്പുണ്ട്. അത് വളരാതിരിക്കാൻ പറ്റോ? മഴ വരുന്നതിനെ കുറിച്ച് മനോഹരമായി ഖുർആൻ പറയുന്നത് ഇങ്ങനെയാ. ഒരു ചെറിയ വിത്തുണ്ട്, കുഞ്ഞു വിത്ത്. നമ്മുടെ കണക്കിൽ വളരെ സിമ്പിൾ ആണത്, സോ സില്ലിയാണത്. അത് ഭൂമിയിൽ വീണു. ആ ഭൂമിയിൽ വീണ വിത്തിന്റെ പുറത്ത് മണ്ണ് വന്ന് വീണു. മണ്ണ് കട്ടിയായി പോയി, കല്ല് പോലെ കട്ടിയായി, ഹാർഡൻഡായി. പക്ഷേ അതെ, റബ്ബുൽ ഹുബൂബ്, ധാന്യങ്ങളുടെ നാഥൻ, ആ നാഥന്റെ കൽപ്പനയുണ്ട്, നീ വളർന്നൊരു ചെടിയാവണം എന്ന്. പക്ഷേ ആ വിത്ത് കുഞ്ഞല്ലേ, അവന്റെ മുകളിൽ പതിഞ്ഞത് വലിയ പാറ പോലെ ഉറച്ചിരിക്കുന്നു. അത് പുറത്തേക്ക് വരാനുള്ള ശക്തി അതിനില്ല, ആ ചെറിയ വിത്തിനില്ല. അപ്പോ മണ്ണിന്റെ അന്ധകാരത്തിൽ കിടന്ന്, അതിന്റെ ഡാർക്ക്നെസ്സിൽ കിടന്ന് ആ ചെടി തേങ്ങുമത്രേ. പടച്ചവനെ, നിന്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മുകളിൽ ഇതാ ഈ മണ്ണുറച്ചു പോയിരിക്കുന്നു. എനിക്ക് ഒന്ന് വളർന്നു വരാൻ എനിക്ക് സംവിധാനം ഉണ്ടാക്കണം എന്ന് സുബ്ഹാനക്. ആ പ്രാർത്ഥന ഏഴാനാകാശം കടന്ന് അല്ലാഹുവിന്റെ അർശിന്റെ താഴെ, അധികാര കസേരക്കു താഴെ ആ കുഞ്ഞു തേങ്ങലെത്തുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തോട് പറയുമത്രേ, തിമർത്ത് പെയ്യടി എന്ന്. അങ്ങനെ കട്ടിയിൽ വീഴുകയായി. ഭൂമിയോട് പറയും, സ്വീകരിക്കടി അതെന്ന്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിത്തുകൾക്ക് മുമ്പിൽ മഴ വീഴും. മഴ വീണിട്ട് കല്ലിച്ചു പോയ ഈ മണ്ണുണ്ടല്ലോ, ആ മണ്ണിനെ മാവ് പോലെ ആക്കി നിർത്തിയിട്ട് റബ്ബ് പറയും, പുറത്തുവാ എന്ന്. അപ്പങ്ങനെ വളരുകയായി. അത് വളർന്നു വരുമ്പോ റബ്ബിന്റെ ഒരു സന്തോഷമുണ്ട്. അത്രമേൽ കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്, അത്ര മേഴ്സിഫുൾ ആണ്. അഥവാ ഒരു ചെറിയ കുഞ്ഞു വിത്തിന്റെ തേങ്ങല് പോലും കേട്ടിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്ത് അവനു വേണ്ടി വളരാൻ, വികസിക്കുവാൻ അള്ളാഹുവിന്റെ സംവിധാനം ഒന്ന് നമ്മൾ ഓർത്തു നോക്കണം, അല്ലേ? അപ്പോ കുറെ ഗ്രെയിൻസ് ഇങ്ങനെ അള്ളാഹു ഇറക്കും. വനബാത, പിന്നെ കുറെ ചെടികളും, അല്ലേ? ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണ എത്രയാ കൂട്ടരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരൊറ്റ ദിവസം, ഒരു നേരം ലോകത്തിലെ മനുഷ്യരെല്ലാവരും കൂടെ തിന്നു തീർക്കുന്ന ഹബ്ബും നബാത്തും എത്രയാ? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം ഓരോ മനുഷ്യരും കഴിച്ചു കൂട്ടുന്ന ധാന്യവും പ്ലാന്റ്സും എത്രയാണെന്ന് ആലോചിച്ച് നോക്കേ, അല്ലേ? മനുഷ്യന്റെ ഒരു മെഷർമെന്റ് അനുസരിച്ചും അളക്കാൻ പോലും പറ്റൂല, അത്രമേൽ വിശാലതയാണ് ഇതിനുള്ളത്, അല്ലേ? ഇനി നമ്മള് എപ്പോഴും പറയാറുണ്ട്, ഹബ്ബ് എന്ന വാക്ക് പടച്ചവൻ വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണത്, ഹബ്ബ്, അല്ലേ? ധാന്യം എന്ന്. ഓരോ നാട്ടിലെ ഓരോ പ്രദേശത്തെ മനുഷ്യർക്കും അള്ളാഹു ഓരോ പ്രത്യേക ഹബ്ബ് വിധിച്ചിട്ടുണ്ട്.
ഒരു ധാന്യം വിധിച്ചിട്ടുണ്ടാവും. അതായിരിക്കും അവരുടെ പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ നാട്ടിൽ നല്ല മഴ പെയ്ത് നല്ല വെള്ളത്തിൽ നെല്ലൊക്കെ ഇങ്ങനെ അല്ലേ വിതറിയാണ് നമുക്ക് അല്ലാഹു ഈ അരി എന്ന ധാന്യത്തെ അല്ലാഹു നമുക്ക് തരുന്നത്. അപ്പൊ നമ്മുടെ പ്രൈമറി ഫുഡ് എന്ന് പറയുന്നത് അരിയാണ്. ഏത് പ്രദേശത്തെ മനുഷ്യർക്ക് ഏത് ധാന്യമാണോ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ആ ഹബ്ബിനോട്, ആ വിത്തിനോട് മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു ഒരു ഹുബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്, സ്നേഹം നിശ്ചയിച്ചിട്ടുണ്ട്. അറിയുക, അല്ലാഹു നമുക്കായി നിശ്ചയിച്ചിട്ടുള്ള ഹബ്ബിൽ, ധാന്യത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ആ ധാന്യത്തോട് ഒരു ഹുബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സ്നേഹം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരുടെ ഈ ഭക്ഷണത്തിന്റെ താളം അല്ലാഹു വെച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിയങ്ങള്, കേരളത്തിലെ മനുഷ്യർക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും ചോറ് കഴിച്ചാലും മടുക്കൂല. നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ ചോറ് കഴിച്ചിട്ട് മടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് 2 ദിവസം ചോറ് കിട്ടാതാകുമ്പോ ഇടങ്ങേറായിട്ട് പഠിച്ചവനെ 2 വറ്റ എവിടുന്നെങ്കിലും കിട്ടിയായിരുന്നു എന്ന് പറയും. വല്ലാത്ത ഹുബ്ബാണ് ഈ ഹബ്ബിനോട്, അല്ലേ? അതേ സ്ഥാനത്ത് നോർത്ത് ഇന്ത്യക്കാരന് ചോറ് എന്ന് പറഞ്ഞാൽ അവൻ ഇടങ്ങേറാണ്. അവൻ അല്ലാഹു നിശ്ചയിച്ച ഹബ്ബ് ഗോതമ്പാണ്. അതുകൊണ്ട് അവന് ഭയങ്കര സ്നേഹം ഗോതമ്പിനോട്. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് 2 ദിവസം 3 നേരം ഗോതമ്പ് കഴിച്ചോക്കെ നമ്മൾ ആകെ ഇടങ്ങേറാവും. പക്ഷെ അവനാണെങ്കിൽ രാവും പകലും ഇതാ കഴിക്കുന്നത്. എന്തിനാത്? ഇങ്ങനെയാണ് പടച്ച തമ്പുരാൻ ഓരോ മനുഷ്യർക്കും ഓരോ പ്രദേശത്തെ ജോഗ്രഫിക് പോയിന്റുകളിലും ഓരോ ധാന്യത്തെ മുളപ്പിക്കുകയും ആ ധാന്യത്തോട് ആ നാട്ടിലെ മനുഷ്യർക്ക് അനുരാഗവും ഇഷ്ടവും, എന്നാൽ അപ്പുറത്തെ മനുഷ്യനോട് ഒരു ചെറിയ അകൽച്ചയും അല്ലാഹു നിശ്ചയിച്ചതിന്റെ പിറകിൽ അല്ലേ ഒരു അല്ലാഹുവിന്റെ ഒരു യുക്തിയുണ്ട് എന്ന വല്ലാത്ത സംഗതിയാണ് കേട്ടോ. അത് ഭയങ്കര സംഗതിയാണത്. അപ്പോ ഗ്രെയിൻസ് വളരുന്നു, നബാത്ത് പ്ലാന്റ്സ് വളരും അല്ലേ. പിന്നെ എന്തുണ്ടാകും? വജന്നാത്തിൻ അൽഫാഫാ വഅൻഡ് ജന്നാത്ത്, ഗാർഡൻസ്, തോട്ടങ്ങൾ, ആൻഡ് ദ ഗാർഡൻസ്. എങ്ങനത്തെ തോട്ടങ്ങളാ? അൽഫാഫ്, ഇൻ ലക്ഷൂറിയസ് ഗ്രോത്ത്. ആ സാധനം അവിടെ ഇട്ടാ മതി, ഒന്നും ചെയ്യേണ്ട, താനെ ഇങ്ങോട്ട് വരും. അൽഫാഫ്. ഓരോ പ്രദേശത്തും അങ്ങനെ ചില തോട്ടങ്ങൾ ഉണ്ടാവും, അത് അവിടെ വളരൂ. വജന്നാത്തിൻ അൽഫാഫാ, ഇടതിങ്ങിയ തോട്ടങ്ങൾ ഓരോ പ്രദേശത്തും അല്ലാഹുവാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെയല്ലേ? ചില കൃഷി ചില സ്ഥലത്തേ നടക്കുള്ളൂ. നമ്മുടെ നാട്ടില് സുലഭമായി വളരുന്ന ഒരു കൃഷി ഉണ്ടാവും, ആ സാധനം വേറൊരു നാട്ടിൽ വളരൂല. വേറൊരു നാട്ടിൽ ഇടതിങ്ങി വളരുന്ന ആ സാധനം നമ്മുടെ നാട്ടിലും വളരുകയില്ല. ഇങ്ങനെ ചില തോട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്കായി നിശ്ചയിച്ചു വച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് എന്താ ഇപ്പൊ ഈ പറഞ്ഞത്? ഇനി അവസാനം ഇതെല്ലാം ഇല്ലേ പറഞ്ഞിട്ട് അല്ലാഹു നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ആരും അറിയാതെ അനോണിമസ് ആയി, പ്രത്യേകിച്ച് യാതൊരു എഫർട്ടോ നമ്മുടെ ഇന്റൻഷനോ ഇല്ലാതെ എവിടെ നിന്നൊക്കെയോ മുളച്ചു വരുന്ന, എവിടെ നിന്നൊക്കെയോ ഉയർന്നു വരുന്ന കുറെ സംവിധാനങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? അവസാനം നിർത്തിയത് ഒരു പുതുമഴ പോലെ, അല്ലെങ്കിൽ ഒരു ചെടിയുടെ വളർച്ച പോലെ. ഇതിനെല്ലാം പടച്ച തമ്പുരാൻ ഒരു കാലഗണന നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞു നിർത്തിയത് ഒരു ചെടിയാണ്, അല്ലേ? ഒരു ചെടി ഇങ്ങനെ പൊടുന്നനെ വളർന്നു വരുന്നു, അത് വളർന്ന് വികസിച്ച് നല്ല യൗവനത്തിലെത്തി മനുഷ്യർക്കെല്ലാം സന്തോഷം നൽകി അതിങ്ങനെ പൂവിട്ട് കായ്ച്ച് തിങ്ങി വിങ്ങി നിൽക്കും. അവസാനം ഇതെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയതങ്ങ് അതിന്റെ ജീവിതം അങ്ങ് ഇല്ലാണ്ടായി പോകും.
ഇതെല്ലാം കാണുമ്പോൾ അതൊക്കെ സ്വാഭാവികമായ ഒരു പ്രോസസ്സാണെന്ന് ധരിച്ച് വിടാനുള്ളതല്ല. ഇത്രയൊക്കെ അല്ലേ ഞാനും നിങ്ങളും ഉള്ളത്. എന്റെ തീരുമാനപ്രകാരമല്ലാതെ, എന്റെ ഇഷ്ടപ്രകാരമല്ലാതെ എവിടെ നിന്നൊക്കെയോ ഞാൻ ജനിച്ചു വളർന്നു. വളർന്നിട്ട് എത്ര മനുഷ്യർക്ക് കരുത്താണ് ഞാനും നിങ്ങളും. എന്റെ കുടുംബം ആശ്രയിച്ചിരിക്കുന്നത് എന്നെയാണ്, അല്ലെ? എന്റെ എനർജിയിലാണ്, എന്റെ വരുമാനത്തിലാണ്. എല്ലാം നിറഞ്ഞ യൗവനത്തിൽ നിന്ന് ഞാനിങ്ങനെ നല്ല എല്ലാവർക്കും സന്തോഷം നൽകി നിൽക്കുമ്പോ പിന്നീട് പൊടുന്നനെ കായ്ഫലങ്ങൾ ഇല്ലാണ്ടായി, പഴയ എനർജി ഇല്ലാണ്ടായി, ഒന്നും കായ്ക്കാറായി പതുക്കെ പതുക്കെ ഞാനും മായും. അതെ, ഇത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും. ഇതിൽ നിന്ന് നിങ്ങളും മനസ്സിലാക്കി ഇങ്ങനെ ഒരു നാൾ പോകേണ്ടവനാണ് ഞാനും നിങ്ങളും. പക്ഷേ അവരിൽ നിന്ന് ഞാനും ആ അള്ളാഹുവിന്റെ സൃഷ്ടിയും വ്യത്യസ്തനാകുന്നത് ബാക്കിയെല്ലാം ഒതുങ്ങാനുള്ളതാണ്. എനിക്ക് മാത്രമാണ് പുനർത്തെഴുന്നേൽപ്പ് വരേണ്ടതാണ്. എനിക്ക് മാത്രമാണ് പരലോകമുള്ളത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ട്, അല്ലേ? പടച്ച തമ്പുരാൻ ആ പർപ്പസ് മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠനത്തിന്റെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും നീക്കി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും വീണ്ടും പഠിക്കുവാനും പഠിച്ചത് മുഴുവൻ ജീവിതത്തിൽ റിഫ്ലക്ട് ചെയ്യുവാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളാലും മാനസികവും ശാരീരികവുമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, കുടുംബപരമായി പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി തളർന്നവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് നമ്മളുള്ളത്. ഏഴാം ആകാശത്തിൽ അതിന്റെ ഫയലുകളെല്ലാം നീങ്ങി പടച്ച തമ്പുരാൻ നമുക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ ആമീൻ ബിറഹ്മതിക യാ